3999 വാച്ച് ബേസ് 1 മണിക്കൂറോടെ തരാൻ വയ്യായിരുന്നോ? ഞാൻ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് പോയേനെ. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ച് യൂട്യൂബിൽ ഓൾറെഡി ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യും, ഇതിൽ ഗൂഗിൾ ആഡ്സൻസ് എങ്ങനെ സെറ്റ് ചെയ്യും, ഇതിൽ നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യും, അതേപോലെ US ടാക്സ് ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ എന്തോ ഒരു വലിയ കാര്യമാണ്, ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ആ ഒരു രീതിയിലാണ് ഇതിനെ അവതരിപ്പിച്ച് ഓൾറെഡി ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം പലരുടെയും ചാനൽ അവരുടെ എലിജിബിലിറ്റി കംപ്ലീറ്റ് ആയി ആ മോണിറ്റൈസേഷനിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിൽ ഒരു ടെൻഷനും പേടിയും ഒക്കെ വരും. ഈ മോണിറ്റൈസേഷൻ അപ്രൂവ് ആകുമോ, അതോ ഇത് ക്യാൻസലായി പോകുമോ, എന്ത് സംഭവിക്കും, ആ ഒരു ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകും. പക്ഷേ നിങ്ങളുടെ ചാനലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ മോണിറ്റൈസേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സമയം എത്തുമ്പോൾ, നിങ്ങളുടെ എലിജിബിലിറ്റി എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ മോണിറ്റൈസേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും, അതായത് നമ്മളതിന് ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും 2-3 വീഡിയോയിലായി പാർട്ട് ബൈ പാർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എലിജിബിലിറ്റി കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി, അതായത് ഗൂഗിൾ ആഡ്സൻസ് കംപ്ലീറ്റ് ആയി, അതിൻ്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ മറക്കാതെ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മോണിറ്റൈസേഷൻ ഇപ്പോൾ എവിടെ എത്തി, നമ്മുടെ വാച്ച് അവർ എത്ര കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഷോർട്സ് വ്യൂസ് ഇപ്പോൾ എവിടെ വരെ എത്തി, ആ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളിവിടെ ഏണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്ക്, ഈ സ്ക്രീനിൽ ഏറ്റവും മുകളിൽ നോർമലി കാണിക്കുന്നത് നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ്റെ വേണ്ട എലിജിബിലിറ്റിയും കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് എത്ര വാച്ച് അവേഴ്സ് കിട്ടി, അല്ലെങ്കിൽ എത്ര ഷോർട്സ് വ്യൂസ് കിട്ടി, ഈ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എനിക്കിപ്പോൾ അതല്ല കാണിക്കുന്നത്, എനിക്കിവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ എന്താണ് എലിജിബിലിറ്റി? അതായത് 1000 സബ്സ്ക്രൈബേഴ്സ്, അതിനോടൊപ്പം 3000 വാച്ച് അവേഴ്സ്, അതല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ്. ഇതാണ് നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 3000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇനി അതിൻ്റെ താഴേക്ക് നോക്ക്, എൻ്റെ ഫുൾ മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. അതിൽ വാച്ച് അവേഴ്സ് 3020 ആയിട്ടുള്ളൂ. അപ്പോൾ 3000 കംപ്ലീറ്റ് ആയി, അതുകൊണ്ടാണ് എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ ഇപ്പോൾ എനേബിൾ ആയത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവും, 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഫുൾ മോണിറ്റൈസേഷൻ നമ്മുടെ എനേബിൾ ആവുന്നത്. അപ്പോൾ അത് എനിക്ക് ഇതുവരെ ആയിട്ടില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇതേപോലെ പലരുടെയും ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ കൊടുക്കേണ്ട ആ ഒരു സമയത്ത് പലരും അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാറില്ല. അവർ വിചാരിക്കും ഫുൾ മോണിറ്റൈസേഷൻ ആവട്ടെ, എന്നിട്ട് ഞാൻ ഫുൾ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ് പലരും ഇരിക്കും. ഇവിടെ എൻ്റെ സജഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹാഫ് മോണിറ്റൈസേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം യൂട്യൂബ് നിങ്ങളുടെ ചാനൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ബൈ ചാൻസ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യും, ക്യാൻസൽ ചെയ്യും. പിന്നീട് യൂട്യൂബ് ഒരു ടൈം പറയും, ഇത്ര ടൈം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും റീഅപ്ലൈ ചെയ്യൂ, കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് റീഅപ്ലൈ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അങ്ങനെ റീഅപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം നിങ്ങളുടെ ഫുൾ മോണിറ്റൈസേഷൻ ആകുമ്പോഴേക്കും കിട്ടും. നിങ്ങൾക്ക് കറക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് റീഅപ്ലൈ ചെയ്യാം. അതല്ലാതെ നിങ്ങൾ ഈ ഫുൾ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത്രയും സമയം വേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഹാഫ് മോണിറ്റൈസേഷൻ ആകുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അത് നിങ്ങളുടെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ മോണിറ്റൈസേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, സ്റ്റെപ്സ് ടു അപ്ലൈ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ 3 സ്റ്റെപ്പുകളാണ് പറയുന്നത്. അപ്പോൾ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തേതാണ് റിവ്യൂ ബേസ്ഡ് ടേംസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ തരും. അതിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇതാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പെതുക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക. വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കി നിങ്ങൾക്ക് താഴേക്ക് വരാം. ഇപ്പോൾ ഏറ്റവും താഴെ വന്നതിന് ശേഷം ഇവിടെ നോക്കുക, ഐ അക്സെപ്റ്റ് ദ ബേസ് ടേംസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ടിക്ക് ചെയ്തിട്ട് നമ്മൾ അക്സെപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇത് വലിയ കാര്യമുള്ള സ്റ്റെപ്പൊന്നുമല്ല. ഇത് നമ്മൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റിൽ ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ ഇവിടെ ആ ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, സൈൻ അപ്പ് ഫോർ ആഡ്സൻസ് ഫോർ യൂട്യൂബ്. ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിവിടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്ക്, എന്താണ് അവർ ചോദിക്കുന്നത്, ഡു യു ഹാവ് ആൻ എക്സിസ്റ്റിംഗ് ആഡ്സൻസ് ഓർ ആഡ്സൻസ് ഫോർ യൂട്യൂബ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആഡ്സൻസ് അക്കൗണ്ട് നിങ്ങൾക്കുണ്ടോ? പലർക്കും ഒരു എക്സിസ്റ്റിംഗ് ചാനൽ ഉണ്ടാവാം, യൂട്യൂബ് ചാനൽ ഉണ്ടാവാം, മോണിറ്റൈസ് ആയ ചാനലായിരിക്കാം. അപ്പോൾ അതിൻ്റെ മോണിറ്റൈസേഷൻ്റെ സമയത്ത് നിങ്ങൾ ഓൾറെഡി ഒരു ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ആഡ്സൻസ് അക്കൗണ്ട് തന്നെ ഇവിടെ സെലക്ട് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ആദ്യം യെസ് ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് ആഡ്സൻസ് ഫോർ യൂട്യൂബ് ഓർ ആഡ്സൻസ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. എന്നിട്ട് ഏത് ജിമെയിൽ ഐ ഡിയിലാണോ ആ ആഡ്സൻസ് ഉള്ളത് ആ ജിമെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്യണം.
ഞാൻ ഈ കാര്യം എടുത്തു പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം 2-3 പേർക്ക് ഇത് അബദ്ധം പറ്റി എന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കോൺടാക്ട് ചെയ്തിരുന്നു. അവർ അബദ്ധത്തിൽ അവർക്ക് ഓൾറെഡി AdSense അക്കൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ അവർ അബദ്ധത്തിൽ നോ ഐ നീഡ് ടു ക്രിയേറ്റ് 1 ക്ലിക്ക് ചെയ്തിട്ട് പുതിയ Gmail ID കൊടുത്ത് മുന്നോട്ട് പോയി. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, ഈ ഒരു കാര്യം വെച്ച് യൂട്യൂബിന് മനസ്സിലാവും ഓൾറെഡി ആ പേരിലും അഡ്രസ്സിലും ഓൾറെഡി ഒരു Gmail അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു AdSense അക്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം ഗൂഗിളിന് അല്ലെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും. അതിനുശേഷം ഈ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ എറർ മെസ്സേജ് വരുന്നത്, നിങ്ങൾക്ക് ഈ പേരിൽ ഓൾറെഡി ഒരു AdSense ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ നിങ്ങളുടെ AdSense കംപ്ലീറ്റ് കുളമായതിനു ശേഷം പിന്നീട് അതിനെ റെഡിയാക്കി കറക്ഷനാക്കി എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആലോചിച്ചും കണ്ടും വേണം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ. എനിക്ക് ഓൾറെഡി ഒരു AdSense അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നോ ഐ നീഡ് ടു ക്രിയേറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കാം നമ്മുടെ മൊബൈലിലുള്ള എല്ലാ Gmail ID കളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഏത് Gmail ID ആണോ നിങ്ങൾക്ക് AdSense ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ Gmail ID നിങ്ങളുടെ സെലക്ട് ചെയ്യുക. പലർക്കും ഇവിടെ മറ്റൊരു കൺഫ്യൂഷൻ വരാം, ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഏത് Gmailലാണോ അത് തന്നെ സെലക്ട് ചെയ്യണോ, അങ്ങനെ ഒന്നുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു AdSense ഉള്ളവർക്ക് അവരുടെ മറ്റൊരു Gmailലാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ബെറ്റർ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഏത് Gmailലാണോ ഉള്ളത് ആ Gmail ID തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ ഏത് Gmailലാണോ ഉള്ളത് അതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ഇവിടെ നോക്കുക, ആദ്യം നമ്മുടെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് കാണിക്കുന്നുണ്ട്, അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അതിന് താഴെയായിട്ട് യുവർ ബില്ലിംഗ് കൺട്രി ഓർ ടെറിട്ടറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക. ഏറ്റവും താഴെ ഇവിടെ നോക്കുക ഐ ഹാവ് റെഡ് ആൻഡ് അക്സെപ്റ്റ് ദ എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടിക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റപ്പ് അക്കൗണ്ട്, അതിൻ്റെ താഴെയായിട്ട് റൈറ്റ് സൈഡിലായിട്ട് താഴെ സെറ്റപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ആദ്യം കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് ടൈപ്പാണ്, അത് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാണ് ബൈ ഡിഫോൾട്ട് വന്നിരിക്കുന്നത്. നമ്മളത് ഇൻഡിവിജ്വലി തന്നെ കൊടുക്കുക. കാരണം ഇത് നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മൾ സ്വയം നടത്തുന്ന യൂട്യൂബ് ചാനലാണ്. ഇത് മറ്റു ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളുടെയോ യൂട്യൂബ് ചാനൽ അല്ല. അതുകൊണ്ട് നമ്മളിവിടെ ഇൻഡിവിജ്വലി തന്നെ കൊടുത്തു വയ്ക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ളത് നെയിം ആൻഡ് അഡ്രസ്സ് ആണ്. അതിൽ ആദ്യത്തേത് നെയിമാണ്. ഇവിടെ ബൈ ഡിഫോൾട്ട് നമ്മൾ ഏത് Gmail ID ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തത് ആ Gmail ID യുടെ പേര് ഇവിടെ വന്ന് കിടക്കും. ഇവിടെ അതല്ല നമ്മൾ കൊടുക്കേണ്ടത്, ഇവിടെ നമ്മുടെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെയും ചിലർ മറ്റൊരു അബദ്ധം കാണിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പേര് കൊടുത്തിട്ട് പിന്നീട് ID വെരിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ID അവിടെ വെരിഫൈ ചെയ്ത് കൊടുക്കും. ഇതും വലിയ ഒരു തെറ്റാണ്. പലരും അങ്ങനെയുള്ള അബദ്ധങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴേ നമ്മൾ തീരുമാനിക്കുക, ഉറപ്പിക്കുക ആരുടെ ID ആണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്, ആരുടെ പേരിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, ആ ആളുടെ പേര് തന്നെ വേണം നമ്മളിവിടെ കൊടുക്കാൻ. അല്ലാതെ ഇപ്പോൾ ഒരു പേര് കൊടുത്തിട്ട് പിന്നീട് ID വെരിഫൈ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ID നമ്മൾ വെരിഫൈ ചെയ്യരുത്. അപ്പോൾ ആ IDയിലുള്ള കറക്റ്റായിട്ടുള്ള പേര് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അഡ്രസ്സിൻ്റെ കോളത്തിലേക്ക് വരുന്നു. അഡ്രസ് 1 എത്രമാത്രം നമ്മുടെ IDയിലുള്ള അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും അഡ്രസ്സ് ഞാൻ അഡ്രസ് 1 എന്ന് പറയുന്ന ആ ലൈനിൽ ഞാൻ കൊടുക്കുന്നു. പിന്നെ അഡ്രസ് ലൈൻ 2 ഞാൻ അതിൻ്റെ ബാക്കി അഡ്രസ്സ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ തൊട്ടതായിട്ട് നമ്മുടെ ടൗൺ അല്ലെങ്കിൽ സിറ്റി, നമ്മുടെ ഏത് സിറ്റിയിലാണോ നമ്മൾ താമസിക്കുന്നത് ആ സിറ്റി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം പോസ്റ്റ് കോഡ് കറക്റ്റായിട്ട് നമ്മുടെ പിൻ കോഡ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റ് ആണോ നമ്മുടേത് അത് കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നീടുള്ളത് ഫോൺ നമ്പറാണ്, അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട. എങ്കിലും ഞാൻ എൻ്റെ ഇവിടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ട് പിന്നെ ഞാനിവിടെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യും. ഇവിടെ നോക്കുക വി ആർ റിവ്യൂവിങ് യുവർ ഇൻഫോ എന്നാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അവർ റിവ്യൂ ചെയ്യുകയാണ്. അത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ താഴെ ഒരു ബട്ടണുണ്ട് റീഡയറക്റ്റ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നോക്കുക സെക്കൻഡ് സ്റ്റെപ്പ് സൈൻ അപ്പ് ഫോർ AdSense ഫോർ യൂട്യൂബ്. നമ്മളിപ്പോൾ ചെയ്തത് അത് ഇൻ പ്രോഗ്രസ് എന്നാണ് കാണിക്കുന്നത്. അത് കുറച്ച് സമയം എടുക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവർ തന്നെ ഇവിടെ പറയുന്നത് ഇറ്റ് ക്യാൻ ടേക്ക് 2 to 3 weeks എന്നാണ്. പക്ഷെ അത്ര സമയമൊന്നും എടുക്കില്ലെങ്കിലും കുറച്ച് സമയം അത് എടുക്കും. ഇവിടെ നോക്കാം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കത് അപ്രൂവ് ആയി, അത് ഗ്രീൻ ടിക്ക് വന്നു. അപ്പോൾ ചിലർക്ക് അതിൽ കൂടുതൽ സമയം എടുത്തെന്ന് വരാം. എനിക്ക് 2 മണിക്കൂറാണ് എടുത്തത്. ചിലർക്ക് 1 ദിവസമോ 2 ദിവസമോ എടുത്തെന്ന് വരാം. അത് ചാനൽ ടു ചാനൽ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും പേഷ്യൻസോടെ അത് കാത്തിരിക്കുക. എന്ത് റിസൾട്ട് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ റിസൾട്ട് അത് ഇവിടെ കാണിച്ചിരിക്കും. അപ്പോൾ ഇത് ഗ്രീൻ ടിക്ക് ആയാൽ ഉടൻ തന്നെ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ഗെറ്റ് റിവ്യൂഡ് എന്ന് പറയുന്നത് അവിടെ നോക്കുക അത് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം സെക്കൻഡ് സ്റ്റെപ്പ് ഗൂഗിൾ AdSenseൻ്റെ അത് അപ്രൂവ് ആയാൽ ഉടൻ തന്നെ ബൈ ഡിഫോൾട്ട് തനിയെ തേർഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ആയിക്കൊള്ളും. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാരണം ഈ സ്റ്റെപ്പിലാണ് യൂട്യൂബ് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും അത് പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും അൺലിസ്റ്റഡ് ആണെങ്കിലും കംപ്ലീറ്റ് വീഡിയോസും യൂട്യൂബ് ചെക്ക് ചെയ്യും. അത് AI-യും ചെക്ക് ചെയ്യും, അതേപോലെ മാനുവലായിട്ടുള്ള ചെക്കിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഒരു ക്യാൻസലേഷനോ റിജക്ഷനോ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നത് നിങ്ങൾ ഹാഫ് മോണിറ്റൈസേഷൻ തന്നെ ആദ്യം ചെയ്യുക എന്നുള്ളത്.
ഈ ചെക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോസ് അത് നിങ്ങളുടെ ഫേസ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആണെങ്കിൽ, അതേപോലെ അതിൽ കോപ്പി പേസ്റ്റ് വീഡിയോസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അതൊരു 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ആ ചെക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് അപ്രൂവ് ആയിട്ട് വരും. അതല്ല നിങ്ങൾ കോപ്പി പേസ്റ്റ് വീഡിയോസോ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കൂടുതൽ സമയമെടുക്കും. ചിലർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ചില സമയത്ത് റെയർ കേസിൽ ചിലപ്പോൾ 1 മാസം വരെ എടുത്തെന്ന് വരാം. പക്ഷേ നിങ്ങൾ പേഷ്യൻസോടെ കാത്തിരിക്കുക. ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അപ്രോക്സിമേറ്റ്ലി 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി ഏണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്നെ കാണിക്കുന്നത് ഇതേപോലെയാണ്. കൺഗ്രാറ്റ്സ്, യു ആർ എ യൂട്യൂബ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ യൂട്യൂബ് അപ്രൂവ് ചെയ്തു. ഇവിടെ ഞാൻ ലെറ്റ്സ് ഗോയിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷനെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇതിൽ വലിയ ബെനിഫിറ്റ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ആകെ കിട്ടുന്ന 2 കാര്യങ്ങളാണ് മെമ്പർഷിപ്സ്, സൂപ്പേഴ്സ്. അപ്പോൾ ഇതിനെ രണ്ടിനെ സെറ്റ് ചെയ്ത് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് വരിക. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇവിടെ മെമ്പർഷിപ്സും സൂപ്പേഴ്സും ഓൺ ചെയ്യാനായിട്ട് അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷനെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ഫുൾ മോണിറ്റൈസേഷൻ ഇപ്പോഴും ബാക്കിയാണ്. അതിന് എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 4000 വാച്ച് അവേഴ്സ് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് 3000 സംതിങ് വാച്ച് അവേഴ്സേ ഉള്ളൂ. അപ്പോൾ ബാക്കി വാച്ച് അവേഴ്സ് കൂടെ നമുക്ക് കൂട്ടാനായിട്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് വീഡിയോസിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന കാര്യം നടക്കത്തില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമുക്ക് 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ആ കാര്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകും. അപ്പോൾ ഒരു 7-8 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. എൻ്റെ മോണിറ്റൈസേഷൻ, ഫുൾ മോണിറ്റൈസേഷൻ്റെ വാച്ച് അവർ എവിടെ എത്തിയെന്ന് അറിയാനായിട്ട് ഞാനിവിടെ ഏണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും മുകളിൽ കാണിക്കുന്ന എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളാണ്. അത് ഓൾറെഡി നമ്മുടെ കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരുന്നു. ഇവിടെ നോക്കുക, ഫുൾ മോണിറ്റൈസേഷന് എത്ര വാച്ച് അവർ ഇനി ആയി, എത്ര വാച്ച് അവർ വേണം എന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, 3999 വാച്ച് അവേഴ്സ്. 1 മണിക്കൂറോടെ തരാൻ വയ്യായിരുന്നോ? ഞാൻ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് പോയേനെ. എനിവേ അത് പ്രശ്നമല്ല, 1 മണിക്കൂറത്തെ കാര്യമാണ്. നാളെ അത് കംപ്ലീറ്റ് ആവണമെന്നുള്ളത് ഉറപ്പാണ്. അത് 4000 അല്ല, 4000 കൂടുതൽ വാച്ച് അവറിലെത്തും. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വീണ്ടും യൂട്യൂബ് സ്റ്റുഡിയോയിൽ വരുമ്പോൾ എന്താണ് കാണിക്കുന്നത് നോക്കിയേ, യു ഹാവ് അൺലോക്ക്ഡ് ന്യൂ വേസ് ടു ഏൺ എന്ന് പറഞ്ഞാൽ എൻ്റെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി. എനിക്ക് ഫുൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ ഇനി ഇവിടെ ചെക്കിങ്ങും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. കാരണം നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ്റെ സമയത്ത് തന്നെ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഫുൾ മോണിറ്റൈസേഷൻ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഇതിനെ ഓപ്പൺ ചെയ്ത് അവിടെ പോയിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോമിലേക്ക് പോവാം. ഇവിടെ നോക്കുക, ഗൂഗിൾ ക്രോമിൽ ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ബട്ടൺ, അത് നമ്മുടെ ഏണിൻ്റെ ബട്ടൺ തന്നെയാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യു ആർ എ യൂട്യൂബ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ കാര്യങ്ങൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ മെമ്പർഷിപ്സും സൂപ്പേഴ്സും നമ്മൾ ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് മോർ വേസ് ടു ഏൺ എന്ന് പറഞ്ഞിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓൺ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ഓൺ ചെയ്തിട്ട് കൂടുതൽ പൈസ നമുക്ക് ഉണ്ടാക്കാം, ആ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിൽ ആദ്യത്തേത് വാച്ച് പേജ് ആഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ലോങ് വീഡിയോസിൽ കയറുന്ന അഡ്വർടൈസ്മെന്റിൽ നിന്ന് നമുക്ക് പൈസ കിട്ടണമെങ്കിൽ ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ടേൺ ഓണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക. ഇവിടെ നോക്കുക, ലാസ്റ്റിൽ ഐ അക്സെപ്റ്റ് ദ വാച്ച് പേജ് ടേംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് തൊട്ട് താഴേക്ക് നോക്കുക, അക്സെപ്റ്റ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, മോണിറ്റൈസ് യുവർ എക്സിസ്റ്റിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലോങ് വീഡിയോസിലും മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിനുവേണ്ടി നമ്മൾ മോണിറ്റൈസ് ഓളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലോങ് വീഡിയോസിലും ഇപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഓവർവ്യൂവിലേക്ക് വരിക. ഇവിടെ നോക്കുക, അടുത്തതുള്ളത് ഷോർട്ട് ഫീഡ് ആഡ്സ് ആണ്. അതും നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഷോർട്സിൽ കയറുന്ന അഡ്വർടൈസ്മെന്റിൽ നിന്നും നമുക്ക് ഏണിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അതിനെ ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ ടേൺ ഓണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഷോർട്ട് ഫീഡ് ആഡ്സ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരിക. ഇവിടെ നോക്കുക, ഐ അക്സെപ്റ്റ് ദ ഷോർട്ട് ഫീഡ് ടേംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം താഴെ നോക്കുക, അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഓൺ ആയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഷോർട്ട് വീഡിയോയുടെയും മോണിറ്റൈസേഷൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒന്ന് പോയി നോക്കാം. ഇവിടെ നോക്കുക, എസ്റ്റിമേറ്റഡ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഡോളറിൻ്റെ സിമ്പൽ വന്നിട്ടുണ്ട്. ഇനി കണ്ടന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നോക്കുക, എൻ്റെ എല്ലാ വീഡിയോസിലും ഡോളറിൻ്റെ സിമ്പൽ കാണിക്കുന്നുണ്ട്. അതായത് എല്ലാ വീഡിയോസിലും ഇപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഗൂഗിൾ ക്രോമിലേക്ക് പോയി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ആ ഏണെന്ന് പറയുന്ന ആ ഒരു പേജിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്
യൂട്യൂബ് പറയുന്നത്? ഇവിടെ യൂട്യൂബ് പറയുന്നത് നോ ആക്ഷൻ നീഡഡ് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു കാര്യങ്ങളും ചെയ്യാനില്ല എന്നാണ്. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ യൂട്യൂബ് തരത്തില്ല. കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ ഓടി കുറച്ച് ഡോളർ കയറിയതിന് ശേഷമേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് നമുക്ക് തരത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ID വെരിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ നമ്മുടെ US ടാക്സ് ഫോം ഫില്ലപ്പ് ചെയ്യാനുമുണ്ട്. പക്ഷേ US ടാക്സ് ഫോം ഫില്ലപ്പ് ചെയ്യുന്ന ഓപ്ഷന് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഡോളർ കയറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ആ ഓപ്ഷൻ നമ്മുടെ AdSenseന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കാണിക്കും. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ നമ്മൾ US ടാക്സ് ഫോം ഫില്ലപ്പ് ചെയ്യേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയും അതിന് ശേഷം വരുന്ന വീഡിയോസും ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. എങ്കിൽ മാത്രമേ ഈ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മോണിറ്റൈസേഷൻ വരുന്ന സമയത്ത് ഒരു ടെൻഷനും കാര്യങ്ങളും ഇല്ലാതെ ആരുടെയും കയ്യും കാലും പിടിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.